പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ ദിമാകെ സ്നേഹിക്കുന്ന വാത്സല്യ നല്ല പിതാവേ, ഇന്ന് നല്ല അതിരാവിലെ സമയത്തെ ഓർത്ത് പശ്ചാത്തലവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിന്റെ പാദപീഠത്തിൽ കടന്നു വരുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ചെയ്ത നന്മകൾക്ക് നന്ദി പറയുവാൻ, എല്ലാവരും നിന്റെ തൃപ്പാദത്തിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവാടിന് ജീവനും ദീർഘായുസ്സും സുഖവും സമാധാനവും തന്നല്ലോ, അതിനായി സ്തോത്രം. എന്നെ അതിരാവിലെ നീ എഴുന്നേൽപ്പിച്ചല്ലോ, അതിനായി സ്തോത്രം. ചെയ്ത സകല ഉപകാരങ്ങൾക്കാകെ സ്തോത്രം, നന്മകൾക്കാകെ സ്തോത്രം, അതിശയങ്ങൾക്കാകെ സ്തോത്രം, അത്ഭുതങ്ങൾക്കാകെ സ്തോത്രം. നടത്തി വന്ന എല്ലാ വിധങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോട് അപ്പച്ചനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൽ കർത്താവെ, കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമായി പല രാജ്യങ്ങളിലിരുന്ന് ഞങ്ങളോടുകൂടെ പ്രാർത്ഥിക്കുന്ന എല്ലാ നിന്റെ ദൈവ മക്കളെയും ദൈവഭക്തന്മാരെയും നിന്റെ ദൈവ കുഞ്ഞുങ്ങളെയും നിന്റെ തൃപ്പാദത്തിന് കൊണ്ടുവയ്ക്കുന്നു. അവരെല്ലാം കർത്താവ് സെപ്പറേറ്റായിട്ട് അനുഗ്രഹിക്കണം. അവരുടെ ഭവനത്തെ അനുഗ്രഹിക്കണം. അവരുടെ ജീവിതത്തിൽ സകല കർത്താവെ പ്രയത്നത്തിലും കർത്താവിൻ്റെ കരമിരിക്കണം. അവരെ അനുഗ്രഹിച്ച് കർത്താവ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുത്തർക്കും ഒരു ദോഷവും തട്ടുവാൻ, ഒരുത്തരും കൺകലങ്ങുവാൻ, ഒരുത്തരും കരയുവാൻ, ഒരുത്തരും നഷ്ടപ്പെട്ട് തളർന്നു പോകുവാൻ, താളടിയാകുവാൻ കർത്താവ് സമ്മതിക്കരുത്. ഇന്ന് പകൽക്കാലം നിന്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നീ അറിഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാ അടഞ്ഞ വഴികളെ തുറന്നു കൊടുക്കണമേ. ഒരു ദോഷവും നിന്റെ കുഞ്ഞുങ്ങൾക്ക് തട്ടരുതേ. അവിടെ യാത്രയിലെ, ജോലിയിലെ, പ്രവൃത്തിയിലെ എല്ലാ ക്രിയകളിലും കർത്താവ് ശക്തിയോടെ വെളിപ്പെടണം. ഒരു നാൾ നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കഷ്ടം, നഷ്ടം വരുവാൻ ദൈവം സമ്മതിക്കരുത്. എല്ലാവരെയും തൃപ്പാദത്തിൽ കൊണ്ടുവച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിച്ചാട്ട് അടിയനെയും ബലപ്പെടുത്തണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ പൊന്നനാമം മഹത്വം എടുക്കുമാറാകട്ടെ. ഇന്നലെ തിങ്കളാഴ്ച പ്രാർത്ഥന അയക്കാൻ പറ്റിയില്ല. ഞായറാഴ്ച ഫുള്ള് ടൈറ്റ് പ്രോഗ്രാം. രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരയ്ക്കും ടൈറ്റ് പ്രോഗ്രാം. ഭയങ്കര ക്ഷീണം, ടയർഡായി. എന്നാൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനുള്ള ശക്തിയില്ല. എങ്കിലും നിങ്ങൾക്ക് ലൈവിൽ അയച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ക്ഷീണിക്കരുത്, തളർന്നു പോകരുത്. എനിക്ക് വേണ്ടി നല്ല ശക്തിയും ബലനും കർത്താവ് തരാൻ വേണ്ടി ദീർഘായുസ് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓക്കെ, ഒരല്പം ബലനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി തരും. ഓക്കെ, ധൈര്യമായിരിക്കുക, പ്രാർത്ഥിക്കുക, തളർന്നു പോകരുത്. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച് 1213 ദിവസത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റോമർ 8-ാം അധികാരം അതിൻ്റെ 25, 26, 27 വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നു. ഇന്ന് അതിൻ്റെ 28-ാമത്തെ വാക്യമാണ്. റോമർ 8:28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നല്ല ശ്രദ്ധിക്കണേ, എല്ലാവർക്കും അല്ല നന്മ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ. ചുമ്മാ ഒരു വയറുവലി, തലവേദന പറഞ്ഞ് യേശുവെ തേടി വന്നവർക്കല്ല, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ കണ്ട ദൈവം, അമ്മയുടെ ഉദരത്തിൽ വെച്ച് നമ്മളെ പേർ പറഞ്ഞ് വിളിച്ച കർത്താവ് നിർണയപ്രകാരം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അവിടെ പറയുന്നത്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ഇന്ന് ആത്മാർത്ഥമായി നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? അതിപ്പോൾ നിങ്ങൾ പരിശോധിച്ച് നോക്കണം. അത് അടുത്ത 2-ാമത്തെ കാര്യം, നിർണയപ്രകാരം നിങ്ങൾ വിളിക്കപ്പെട്ടവരാണോ? അത് നിങ്ങൾ നോക്കണം. അങ്ങനെയെങ്കിൽ അവിടെ പറയുന്നുണ്ടോ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കേതുവായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പം ദൈവസന്നിധാനത്തിൽ ദൈവം നിർണയപ്രകാരം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അതാണ് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ. അവരെ ആരും പറിക്കാനോ പിരിക്കാനോ പറ്റത്തില്ല. അങ്ങനെയുള്ള ദൈവ കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കുന്നതെല്ലാം ദൈവഹിത പ്രകാരമാണ്. അവിടെ പറയുന്നത് കണ്ടോ, ദൈവത്തിന് സകലവും നന്മയ്ക്കേതുവായി കൂടി വ്യാപരിക്കുന്നു. സകലവും നന്മയ്ക്കേതുവായി കൂടി വ്യാപരിക്കുന്നു. ഇപ്പൊ രോഗമാണോ? അത് വലിയ രോഗമാണോ? തീരാതെ രോഗമാണോ? നന്മയ്ക്കാകതാം. മരണമാണോ? നന്മയ്ക്കാകതാം. കഷ്ടപ്പാടാണോ? പട്ടിണിയാണോ? രോഗങ്ങളാണോ? ദാരിദ്ര്യമാണോ? ഏത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും അതിൻ്റെ പുറകിൽ ഒരു നന്മ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതിൻ്റെ പുറകിൽ ഒരു വലിയ പ്രയാസം, വലിയ പരീക്ഷ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു വലിയ അനുഗ്രഹം നിങ്ങളെ തേടി വരുന്നുണ്ട്. ഒരു ചെറിയ പ്രയാസം, ബുദ്ധിമുട്ടാ നിങ്ങൾക്ക് വന്നെങ്കിൽ ഒരു ചെറിയ അനുഗ്രഹം നിങ്ങളെ തേടി വരും. അങ്ങനെങ്കിൽ വലിയ കഷ്ടം, വലിയ ബുദ്ധിമുട്ട്, ഒരുത്തനെയും കൊണ്ട് പരിഹരിക്കാൻ വയ്യ, ഒരുത്തനെയും കൊണ്ട് സഹിക്കാൻ വയ്യാത്ത, നിങ്ങളെയും കൊണ്ട് ചുമക്കുവാനും സഹിക്കുവാനും കഴിയാത്ത ഒരു വലിയ പരീക്ഷ നിങ്ങളുടെ തലമേൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ വലിയ പ്രതിഫലം നിങ്ങളെ തേടി വരുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് ചുമക്കുവാൻ കഴിയാത്ത അളവുക്ക് പ്രതിഫലം നിങ്ങൾക്ക് ദൈവം കൊണ്ടുവരും. കാരണം ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നവരാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, സ്നേഹിക്കുന്നവർ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്ക് ഏതുവാകതാൻ നടക്കും. അവർക്ക് തീന്മയായിട്ടൊന്നും കർത്താവ് ചെയ്യത്തില്ല.
ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെ വിട്ട് പിന്നോട്ട് പോകത്തില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മൂന്നാമത്തെ ഒരു മോൻ ജനിച്ചു. അവൻ ഏതാണ്ട് 2 വയസ്സാകാൻ 6 ദിവസമുള്ളപ്പോൾ അവൻ സ്നാനത്തൊട്ടിയിൽ സൺഡേ സർവീസ് ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്നാനത്തൊട്ടിയിൽ വീണ് അവൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയി. ഞങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു ഓമനപുത്രൻ. അതിൻ്റെ തലേ ദിവസം മുഴുവൻ നെഞ്ചത്ത് കിടന്ന് അവൻ ഉറങ്ങിയത്. രാവിലെ എനിക്ക് ഒത്തിരി ഉമ്മ എനിക്ക് തന്നു. ഇത് അവസാനത്തെ ഉമ്മയാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ஆனால் അത് കഴിഞ്ഞ് ചില മണിത്തുള്ളി നേരത്തിന് ശേഷം അവൻ്റെ ശവമാണ് ഞാൻ കാണുന്നത്. അവൻ മരിച്ചു പോയതിന് ശേഷം എൻ്റെ കൈ കൊണ്ട് കൊടുക്കുന്നു. പാസ്റ്റർ, കുഞ്ഞ് മരിച്ചു പോയെന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഞാൻ അവനെ മേടിച്ച് കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത്, ഞാൻ നിനക്ക് ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല. ഇന്ന് നീ എഴുന്നേറ്റ് നിന്റെ മക്കളുടെ സഭാമധ്യയിൽ നീ പ്രസംഗിക്കണം. അപ്പോൾ 4 ദിവസം കൺവെൻഷന് പ്രസംഗിക്കാൻ അവിടെ അഡ്വാൻസ് ആളുണ്ട്. അവിടെ അങ്ങേര് വേണം പ്രസംഗിക്കാൻ, ഞാനല്ല പ്രസംഗിക്കേണ്ടത്. കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കർത്താവ്, ഇല്ല, അവനല്ല, നീ പ്രസംഗിക്കണം. എന്ത് പ്രസംഗിക്കണം? ദേവൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദോഷമായിട്ട് തീന്മയായിട്ട് ഒന്നും ചെയ്യത്തില്ല, സകലതും നന്മയ്ക്കെന്നുള്ളത് നിങ്ങൾ വിളിച്ച് പറയണം. എൻ്റെ കുഞ്ഞ് മരിച്ചു കിടക്കുക, അപ്പം ഞാൻ പറയണം, ഇത് നന്മയ്ക്കായിട്ടാണ് ദൈവം എനിക്ക് ചെയ്ത് ഞാൻ പറയണമെന്ന്. ആര് ഏറ്റെടുക്കും? എന്നെ കല്ലെടുത്തെറിയത്തില്ലേ, എന്നെ അടിക്കത്തില്ലേ? ആണാലും ആ കുഞ്ഞിൻ്റെ ശവം ആ നനഞ്ഞ തുണിയോടുകൂടെ എൻ്റെ കാലിൻ്റെ കീഴെ തറയിലിട്ടതിന് ശേഷം എഴുന്നേറ്റ് നിന്ന് 1.25 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചു. എൻ്റെ ദൈവം എനിക്ക് ദോഷമായിട്ടൊന്നും ചെയ്യുന്നവനല്ല, എനിക്ക് ചെയ്യുന്നതെല്ലാം നന്മയ്ക്കായിട്ടാണ്. നിങ്ങളെ കൊണ്ട് ഇത് പറയാൻ പറ്റുമോ? ഇത് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയുള്ള പരീക്ഷകളെല്ലാം പഠിച്ച് എഴുതി പാസ്സായിട്ടാണ് ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. കുറച്ച് മണിയൊന്നും അല്ല. ഞങ്ങൾ സഹിച്ചതൊന്നും നിങ്ങൾ സഹിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ വന്ന വഴിയിലൂടെ നിങ്ങൾ വരാൻ പറ്റത്തില്ല, വരാൻ പറ്റത്തുമില്ല. അങ്ങനെല്ലാം സഹിച്ചാണ് ഇത് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് വേണ്ടി ഇപ്പം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത്. ഓർത്തോണം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രോഗം കാണും, ഒരു പ്രയാസം കാണും, ഫൈനാൻഷ്യൽ പ്രോബ്ലം നിങ്ങൾക്ക് കാണും, നിങ്ങൾക്ക് ചില പ്രോപ്പർട്ടികൾ നഷ്ടപ്പെട്ട് കാണും, ചിലപ്പോൾ ഡോക്ടർമാരുടെ നിർദ്ദേശം നിങ്ങൾ മരിക്കുന്ന കാര്യങ്ങളായിരിക്കും. എല്ലാം നിങ്ങൾ കൈവിട്ട്, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോയി കാണും, അല്ലെങ്കിൽ ഭാര്യ മരിച്ചു കാണും. ഒരു വലിയ നഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് തുടർന്ന് നിങ്ങൾക്ക് പ്രയാസങ്ങളും കഷ്ടങ്ങളും വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതൊന്നും നിങ്ങൾ വചനത്തെ ശ്രദ്ധിക്കണം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഏത് പരീക്ഷകൾ വന്നാലും, ഏത് പങ്കപ്പാട് വന്നാലും, ഏത് മരണം വന്നാലും ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം മക്കളുണ്ട്. ദൈവത്തെ അവർ തള്ളിക്കളയത്തില്ല, ദൈവത്തെ അവർ ദൂഷിക്കത്തില്ല, ദൈവമില്ലെന്ന് പറയത്തില്ല, പ്രാർത്ഥന നിർത്തത്തില്ല, വേദപുസ്തകം വായിക്കുന്ന നിർത്തത്തില്ല, ബെയ്ത്തോമിൽ പോകുന്ന നിർത്തത്തില്ല, കർത്താവിന് വേണ്ടി കൊടുക്കുന്ന നിർത്തത്തില്ല. തുടർന്ന് അവർ അതിലങ്ങനെ വളർന്ന് പെരുകുന്നല്ലാതെ കുറഞ്ഞു പോകത്തില്ല. അതാണ് ഈ വാക്യം പറയുന്നത്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. രണ്ടാമത്തേത് ആരാണ്? നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. കർത്താവിന് സ്തോത്രം. നിങ്ങളെ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആണ് ഇവിടെ ഈ വാക്യം പറയുന്നത്, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് അറിയുന്നു. തിന്മയ്ക്കല്ല നന്മയ്ക്ക്, തിന്മയ്ക്കല്ല നന്മയ്ക്ക്, തിന്മയ്ക്കല്ല. ഇപ്പം ഈ മുഴ വന്നത് തിന്മയ്ക്കല്ല, ഈ ക്യാൻസർ വന്നത് തിന്മയ്ക്കല്ല, ഈ ഹോട്ടലിൻ്റെ ബ്ലോക്ക് വന്നത് തിന്മയ്ക്കല്ല, കിഡ്നി സ്റ്റോൺ വന്നത് തിന്മയ്ക്കല്ല, നിന്റെ കൈകാൽ തളർന്നോ തിന്മയ്ക്കല്ല, കൈകാൽ മുറിഞ്ഞോ തിന്മയ്ക്കല്ല, ഹാർട്ടിൽ പ്രോബ്ലം ആണെന്നോ തിന്മയ്ക്കല്ല, നിന്റെ ശരീരത്തിൻ്റെ പല അവയവങ്ങൾ, യൂട്രസിലെ മുഴയാണെന്നോ ക്യാൻസർ ആണെന്നോ, ബ്രസ്റ്റിലെ മുഴയാണെന്നോ ക്യാൻസർ ആണെന്നോ ഒന്നും തിന്മയ്ക്കല്ല, നന്മയ്ക്കാകെ കർത്താവ് ചെയ്യാൻ പോവുക. ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതാ, ഇതെല്ലാം എനിക്ക് വന്നതാ. എനിക്കതൊന്നും കർത്താവ് ദോഷമായിട്ട് മാറ്റിയിട്ടില്ല, എല്ലാം നന്മയ്ക്കാകതാണ്. ആ കുഞ്ഞിൻ്റെ മരണം ഞങ്ങൾ സന്തോഷത്തോടെ അത് ദൈവത്തിൻ്റെ വചനപ്രകാരം ഏറ്റെടുത്തപ്പോൾ, ആ കുഞ്ഞിനെ മനഃപൂർവ്വമായി ഞങ്ങൾ ദൈവത്തിന് കൊടുത്തപ്പോൾ, ദൈവം ഞങ്ങൾക്ക് ഒത്തിരി ദൈവ മക്കളെയും ദൈവസഭകളെയും ദൈവദാസന്മാരെയും എല്ലാം ദൈവം ഞങ്ങൾക്ക് തരാൻ തുടങ്ങി. ഇന്ന് ഞങ്ങൾക്ക് ഒന്നിനും മുട്ടില്ലാതെ ദൈവം ഞങ്ങളെ വെച്ചിരിക്കുകയാണ്. ദോഷമായിട്ടൊന്നും എൻ്റെ അപ്പൻ നമുക്ക് ചെയ്യത്തില്ല. ഏറ്റെടുക്കാൻ പറ്റുമോ? ആമീൻ പറയാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ഈ നല്ല സമയത്തെ ഓർത്ത പശ്ചാത്തലത്തിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ 1213 ദിവസം അതിരാവിലെ നിന്റെ കുഞ്ഞുങ്ങളെ ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും ഈ വചനം കൊടുത്ത് നിന്റെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തുവാൻ, കർത്താവെ തളർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങൾ ഈ വചനം കേട്ട് സ്റ്റാൻഡേർഡായി നിൽക്കുവാൻ, ക്ഷീണിതരായി കിടക്കുന്നവർ എഴുന്നേറ്റ് തുള്ളി കുതിക്കുവാൻ ഈ വാക്യം, ഈ വചനം അവർക്ക് പ്രയോജനമായി അമയട്ടെ. ഇതൊരു നല്ല ടോണിക്കായി, നല്ലൊരു ബലനുള്ള ഒരു ആഹാരമായി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇത് കാണട്ടെ. ഇതൊന്നും ഞങ്ങൾക്ക് നഷ്ടത്തിനല്ല, ഇതെല്ലാം ഞങ്ങൾക്ക് ലാഭമാണ് എന്നുള്ള ചിന്ത നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും.
ഉണ്ടാകട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും പറയുന്ന ഇതാണ്, ദൈവത്തിന് സ്തോത്രം. എനിക്കൊരു വലിയ പരീക്ഷ വരുന്നുണ്ടെങ്കിൽ, ഒരു വലിയ പ്രയാസം എനിക്ക് വരുന്നുണ്ടെങ്കിൽ, ഒരു വലിയ ബുദ്ധിമുട്ട് വന്ന് എൻ്റെ വിശ്വാസ കപ്പലെ തകർക്കുവാൻ നോക്കുന്നുണ്ടെങ്കിൽ, ഞാൻ അവിടെ തളർന്നു പോകാതെ നിന്ന് അത് ഞാൻ വെല്ലുവിളിച്ച് ജയിക്കുന്നുണ്ടെങ്കിൽ, അതിനുശേഷം എൻ്റെ ഷോളറിൽ ഒരു സ്റ്റാർ വന്ന് പതിക്കുവാണ് കർത്താവ്. എൻ്റെ ഗ്രേഡ് മാറ്റുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു പദവി എനിക്ക് തരുകയാണ്, എൻ്റെ ശുശ്രൂഷയിൽ വലിയ പദവി തരുകയാണ്. അല്ലാതെ ദൈവം എനിക്ക് ദോഷത്തിനായിട്ട് ഒന്നും ചെയ്യത്തില്ല. അത് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങളുടെ പരീക്ഷകളും നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടും പങ്കപ്പാടും കണ്ണുനീരും വ്യാകുലങ്ങളും പട്ടിണികളും ദാരിദ്ര്യങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും മരണങ്ങളും ഒന്നും നിങ്ങളെ തകർക്കാനല്ല, നിങ്ങളെ നശിപ്പിക്കാനല്ല. ദൈവ സ്നേഹത്തിൽ നിങ്ങൾ ബലപ്പെടുവാനും ദൈവത്തോട് അടുക്കുവാനും കൃപയിൽ നിൽക്കുവാനും ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കുവാനും ദൈവത്തിൻ്റെ സന്തോഷത്തെ അനുഭവിക്കുവാനും നന്മകൾ പ്രാപിക്കുവാനുമാണ് കർത്താവ് നിങ്ങൾക്കിത് അനുവദിച്ചിരിക്കുന്നത്. ദൈവം അനുവദിക്കാതെ നമ്മുടെ തലയിൽ ഒരു തലമുടി പോലും താഴെ വീഴത്തില്ലെന്നാണ് ദൈവം നമുക്ക് കൽപ്പിക്കുന്നത്. അങ്ങനെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ചെറുതോ വലുതോ ഏതായിരുന്നാലും ദൈവഹിതമാണ്, ദൈവഹിതമാണ്, ദൈവഹിതമാണ്. മറക്കരുത്, അത് മറക്കരുത്. മനസ്സിൽ വയ്ക്കുക, ഓർക്കുക, സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവഹിതമല്ലാതെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും സംഭവിക്കത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല. ഏത് പരീക്ഷ വന്നാലും ഏത് പ്രയാസം വന്നാലും എല്ലാവർക്കും മുന്നേ ഇപ്പം നീ തലകുനി നിൽക്കുകയാണോ? എല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു പോയോ? നിന്റെ ഭവനം തകർന്നു പോയോ? ജീവിതം തകർന്നു പോയോ? ഭാര്യ നഷ്ടപ്പെട്ടോ? കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടോ? ഭർത്താവ് നഷ്ടപ്പെട്ടോ? എല്ലാം തകർന്ന് തരിപ്പണമായോ? പേടിക്കരുത്. അപ്പച്ചൻ നിനക്ക് തിന്മയ്ക്കായി ചെയ്യത്തില്ല. നീ വിളിക്കപ്പെട്ടവനാണെങ്കിൽ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവനാണെങ്കിൽ, നീ ദൈവത്തെ സ്നേഹിക്കുന്നവനാണെങ്കിൽ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവനക്ക് നീ ദൈവത്തെ സ്നേഹിക്കുന്നവനാണെങ്കിൽ ആ ദൈവം നിനക്ക് ശത്രുവായി മാറത്തില്ല. നിർണയപ്രകാരം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് സകലവും നന്മയ്ക്കല്ലാതെ നിനക്ക് ഒന്നും തീന്മയ്ക്ക് സംഭവിക്കത്തില്ല. ഇതാണ് സത്യം എനിക്ക് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. ഈ സത്യത്തിൽ നിങ്ങൾ ബലപ്പെടുക, നിങ്ങൾ ബലപ്പെടുക. തകരരുത്, ചോർന്നു പോകരുത്, നഷ്ടപ്പെട്ടു പോകരുത്, പുറമോട്ട് പോകരുത്, പ്രാർത്ഥന നിർത്തരുത്, ദൈവസ്നേഹം കുറയരുത്. കർത്താവിന് കൊടുക്കുന്നതിലും ഓടുന്നതിലും അധ്വാനിക്കലും ഒന്നും നിങ്ങൾ പുറമോട്ട് സ്റ്റെപ്പ് വയ്ക്കരുത്, മുന്നോട്ട് വയ്ക്കുക. ദൈവത്തെ സ്നേഹിക്കുക, ആത്മാർത്ഥമായി അപ്പച്ചനെ സ്തുതിക്കുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇപ്പം നിനക്ക് പരീക്ഷയ്ക്ക് വന്നിരിക്കുന്ന ശോധനകൾ, പരീക്ഷകളെല്ലാം കർത്താവ് ജയമായി മാറ്റിത്തരും. നിങ്ങൾ ക്ഷീണിക്കുവാൻ, നിങ്ങൾ തകരുവാൻ, നിങ്ങൾ കൈവിട്ടു പോകുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. നിങ്ങൾ നാണിക്കുവാൻ, തലകുനിയുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. നിങ്ങൾ ആമേൻ ഒരു മിനിറ്റ് പോലും എവിടെയും നിങ്ങളുടെ മുഖം വാടുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ഞാൻ ദയവ് ചെയ്ത് പ്രവചിച്ച് പറയുകയാണ്, ഈ വാക്യം നിങ്ങൾ വായിക്കണം, ഈ വാക്യം നിങ്ങൾ വിശ്വസിക്കണം. എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തതെല്ലാം എനിക്ക് നന്മയ്ക്കായിട്ടാണ്. എൻ്റെ ദൈവം എനിക്ക് ദോഷത്തിനായിട്ട് ഒന്നും ചെയ്യത്തില്ല എന്ന് 10 പേരുടെ മുന്നിൽ നിങ്ങൾ വിളിച്ചു പറയണം, വിളിച്ചു പറയണം, ധൈര്യമായി പറയണം. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം. നിങ്ങൾ നിർണയപ്രകാരം വിളിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവം നിങ്ങളെ വിളിച്ചെങ്കിൽ അവൻ നടത്തുവാൻ ശക്തനാണ്. നിങ്ങളെ നടത്തുവാൻ പ്രാപ്തനുള്ള ദൈവമാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങളുടെ എല്ലാ മുഖത്ത് നിങ്ങളെ നടത്തുവാനും നിങ്ങളെ പരിപാലിക്കുവാനും പോഷിക്കുവാനും പ്രാപ്തിയുള്ള ദൈവമാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. വേറൊരു ദൈവത്തിന് പോയി കടം മേടിക്കേണ്ട ആവശ്യമില്ല, വേറൊരാളോട് ചോദിച്ചിരിക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും സ്വന്തക്കാരൻ പുള്ളിക്കാരനാണ്. പുള്ളിയെ കൊണ്ട് കഴിയാത്ത ഒന്നുമില്ല. ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലെ, അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, നിങ്ങൾ തളരുത്. അവന്റെ തോളിലേക്ക് ചായുക, അവന്റെ മാർവിലേക്ക് ചായുക. ദൈവ ഇഷ്ടം ചെയ്യുവാൻ നിങ്ങളുടെ ചെവികൾ അവന്റെ മുന്നിലേക്ക് തിറക്കുക. അവരുടെ കണ്ണുകളിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തുക. നിങ്ങളുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് വിരിക്കുക. എൻ്റെ ദൈവമേ എന്ന് വിളിക്കുക, എൻ്റെ കർത്താവേ എന്ന് വിളിക്കുക. എത്ര പരീക്ഷകൾ വന്നാലും, എത്ര പ്രയാസങ്ങൾ വന്നാലും, എത്ര മരണങ്ങൾ വന്നാലും നിന്റെ സ്നേഹത്തെ വിട്ട് ഞങ്ങൾ പുറമോട്ട് പോകത്തില്ല, നിന്റെ വചനത്തെ വിട്ട് ഞങ്ങൾ പുറമോട്ട് പോകത്തില്ല. ഈ താല്പര്യമുള്ളവർ നിശ്ചയമായിട്ടും ദൈവത്തെ വിട്ട് പോകത്തില്ല. ഈ വിശ്വാസമുള്ളവർ പരീക്ഷകൾ വരുമ്പോൾ പേടിക്കത്തില്ല, പരീക്ഷകൾ വരുമ്പോൾ തകരത്തില്ല. അവർ ബലപ്പെട്ട് നിൽക്കും. കർത്താവ് പരീക്ഷയോടുകൂടെ അത് സഹിക്കുവാനുള്ള ബലനും കൃപയും ദൈവം നമുക്ക് തരും. അത് താങ്ങാനുള്ള ശക്തി ദൈവം നമുക്ക് തരും. അത് ഏറ്റെടുക്കുവാൻ നല്ല മനസ്സ് നമുക്ക് തരും. നല്ല കൃപ ദൈവം നമുക്ക് തരും. അതുകൊണ്ട് ഒന്നുകൊണ്ടും പരാജയപ്പെടരുത്, ക്ഷീണിക്കരുത്, തളർന്നു പോകരുത്, ലജ്ജിക്കരുത്, നാണിക്കരുത്. കർത്താവ് ഒരു കാലത്തും നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല, നിങ്ങളെ കൈവിടത്തില്ല. നിങ്ങളുടെ രോഗങ്ങൾ, പ്രയാസങ്ങൾ, പട്ടിണികൾ, ദാരിദ്ര്യങ്ങൾ, കണ്ണുനീരുകൾ, നിങ്ങളുടെ ഏത് വിഷയമായിക്കൊള്ളട്ടെ, എല്ലാത്തിനും പരിഹാരം അപ്പച്ചൻ്റെ കയ്യിലുണ്ട്. അപ്പച്ചൻ നിങ്ങൾക്ക് പരിഹാരം തരും. നിങ്ങളെ കൈവിടുന്ന ദൈവമല്ല, ഒരു കാലത്ത് ഉപേക്ഷിക്കുന്ന ദൈവമല്ല, ഒരു കാലത്ത് നിങ്ങളെ മറക്കുന്നത്. ആര് നിങ്ങളെ മറന്നാലും എൻ്റെ അപ്പച്ചൻ നിങ്ങളെ മറക്കുകയില്ല. ഈ വിശ്വാസത്തിൽ ബലപ്പെടുക. മറുപടി ഒരു പ്രാവശ്യമുണ്ട്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഈ ഒരൊറ്റ അറിവ് നമുക്ക് മതി. നിങ്ങൾ നിലനിൽക്കും. ഓക്കെ, ഇന്ന് വചനത്തോട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ബലനായി മാറട്ടെ. ദൈവകൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. സകല മഹത്വവും തരും.
തിരുമേനിക്ക് യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നിശ്ചയമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. വിശ്വസിക്കുക, കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഓക്കെ, താങ്ക് യു. ഗാഡ്